സന്ധ്യ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയ്. നമ്മുടെ വീട്ടിൽ പ്രേതമുണ്ട് സന്ധ്യ. പ്രേതോ? വീട്ടില് പ്രേതം ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഭാര്യയും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്? ഇതൊക്കെ എന്താ അരുൺ? അയ്യോ, നമ്മുടെ വീട്ടിൽ സത്യമായിട്ട് പ്രേതം ഉണ്ട് സന്ധ്യ. എടാ ഞാനാടാ ഇത്, സൂര്യ സൺ ഓഫ് കൃഷ്ണ. ഇപ്പൊ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നേ? എന്താണ് നീ അങ്ങനെ പറഞ്ഞേ? വീക്കെൻഡിലെ ഹോളിഡേയ്സ് അതെവിടെ പോകണമെന്ന് ആലോചിച്ച് വിഷമിച്ചപ്പോ എനിക്ക് തോന്നി ഇങ്ങോട്ട് വരാന്ന്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖായിരിക്കുന്നു. അതിരിക്കട്ടെ, കല്യാണം കഴിഞ്ഞ ശേഷം സ്കാർഫ് എന്തിനാ? ഓ അതോ, പണ്ട് ഇതൊക്കെ പെണ്ണുങ്ങളായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ആണുങ്ങൾ ഉപയോഗിക്കേണ്ട അവസ്ഥയായി. ബൈ ദ ബൈ, ഭാര്യ തന്നു വിട്ടതാ. ബർത്ത്ഡേ ഡ്രസ് ആണെന്ന് തോന്നുന്നു. നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഇതുണ്ടല്ലോ, ഭാവിയിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി അരുണിന് വേണ്ടി വാങ്ങിച്ചതാ. നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ടാവും. എന്താടാ സീരിയസ് ആയിട്ടിരിക്കുന്നേ? തലയിൽ എന്ത് പറ്റിയടാ? എന്തിനാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത്? വീട്ടില് പ്രേതം ഉള്ളതിന്. പ്രേതോ? നിനക്ക് ഇതുവരെ പേടി മാറിയില്ലടാ സന്ധ്യ. പണ്ട് കോളേജിലുണ്ടായ ഒരു സംഭവം പറയാട്ടോ. എല്ലാരും കൂടി ഒരു മലയാള സിനിമ കാണാൻ വേണ്ടി പോയി. ഒരു ഹൊറർ മൂവി. പടത്തിലെ സീനുകളൊക്കെ കണ്ട് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ ആളെ കാണാതെ തിരിഞ്ഞു നോക്കിയപ്പോ സീറ്റിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. പേടിച്ച് ഭയന്ന്. ഞാൻ പറയുന്നത് ഈ വീട്ടിൽ പ്രേതം ഉണ്ടടാ. പ്രേതം ഉണ്ടെന്നോ? പ്രേതം ഉണ്ടെന്ന് നിനക്ക് എങ്ങനെയാ അറിയാൻ പറ്റിയത്? എടാ, ഇത് ഹീറ്റ് ഡിറ്റക്ഷൻ സെൻസറാ. അറിയാടാ, ഇത് വെള്ളത്തിനകത്ത് മുഖ്യ ചൂടാവും. ഇതുപോലുള്ള 1000 മെഷീൻ ഉണ്ടടാ. അല്ല, ഹീറ്റ് സെൻസറാ ഇത്. നീ പറ. ദൂരത്തിൽ പ്രേതം ഉണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് കത്തും, അടുത്തുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് കത്തും. അപ്പൊ നടക്കുന്ന ഒട്ടിപ്പോടാ. എന്ത് ഡിവൈസാ? അല്ല നിന്റെ അല്ലടാ, നിനക്കിത് ആരാടാ തന്നത്? ആ ദീപക്കായിരിക്കും. ഞാനത് എക്സ്പെക്ട് ചെയ്തടാ. ദീപക്കിനൊക്കെ നീ എന്തിനാടാ വിശ്വസിക്കുന്നത്? അവന് തെർമോമീറ്ററും ട്രാൻസ്ഫോമറും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പ്രേതം ഉണ്ടെങ്കിൽ ലൈറ്റ് ഒക്കെ ബ്ലിങ്ക് ആകൂടാ, അല്ലെങ്കിൽ അതിന്റെ വേവ്സ് വരൂടാ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം തുള്ളിക്കൊണ്ടിരിക്കൂടാ. അങ്ങനെ ലക്ഷണങ്ങളുണ്ട്. എടാ, നീ വിശ്വസിച്ചില്ലെങ്കിൽ ഇവിടെ പ്രേതം ഉണ്ടടാ. സന്ധ്യ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വീട് വെക്കറ്റ് ചെയ്ത് പോവാം. പെട്ടെന്ന് വേറെ വീട് എങ്ങനെ കിട്ടാൻ അരുൺ? നിങ്ങൾ എവിടെ പോയാലും ഞാൻ ഇവിടെ തന്നെ കാണും. എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീക്കെൻഡ് ഞാൻ ഇവിടെ തന്നെ വരും. എടാ, പറഞ്ഞ മനസ്സിലാക്കണം പ്ലീസ്. അരുൺ, എന്റെ മരുന്ന് തീർന്നു പോയി, ഒന്ന് വാങ്ങിട്ട് വരാമോ? എടാ, കെട്ടിയ പെണ്ണ് മെഡിസിൻ ചോദിച്ചിട്ട് ഇത്ര നേരത്തെ നീ വാങ്ങി കൊടുത്തില്ലേ? ഒന്നെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് മെഡിസിൻ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മെഡിസിൻ മേടിച്ചോണ്ട് വരണം. എന്തായാലും മേടിച്ചോണ്ട് വരണം. വാങ്ങിട്ട് വാ. എടാ, റെഡ് ലൈറ്റ്, റെഡ് അല്ലേ? പ്ലാസ്റ്റിക് ബോക്സിനകത്ത് എങ്ങനെയാടാ റെഡ് ലൈറ്റ് കത്തുന്നത്? മര്യാദക്ക് നോക്ക്. ശരി, നോക്കിയോളാം. ബൈ സന്ധ്യ. ബൈ ബൈ ബൈ. പ്രേതം ഉണ്ട് അത്ര. പ്രേതം ഡ്രങ്കൺ ഡ്രൈൽ മെഷീൻ വെച്ചിട്ട് ഇത് പ്രേതത്തെ കണ്ടുപിടിക്കുന്ന മെഷീനാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണം. ഇതിനകത്ത് എവിടെയാടാ പ്രേതം ഇരിക്കുന്നത്? ഇവിടെയാണോ? 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 അതോ ഇവിടെയാണോ? അതോ പാലിന്റെ ഉള്ളിലാണോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെയാണോ? നീയാണോ? എടാ സൂര്യ സൺ ഓഫ് കൃഷ്ണ, നിന്നെ കണ്ടാ നിനക്ക് തന്നെ പേടിയാവും. പിന്നെയാണോ പ്രേതത്തിന്? ഒരു പക്ഷേ അരുൺ പറയുന്നവർ ഇവിടെ പ്രേതം ഉണ്ടെങ്കിൽ അതിന്റെ മൊത്തം ഡ്രസ് ഊരി ഞാൻ കൂടെ ഇരുത്തും. ഏറ്റവും വലിയ പ്രേതമാ ഞാൻ. ഇത് ടിവിയുടെ റിമോട്ട് പോലും ആയിരിക്കുന്നേ. സന്ധ്യ, ടിവിയുടെ റിമോട്ട്. What you see him today in 2015, not in terms of 2002, and many of the issues that you are raising like പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സ് എന്ന് കേട്ടാൽ തന്നെ യുദ്ധമാവണം. യുദ്ധം. ഇവരെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ബോംബെ സിനിമ കൊണ്ടുപോയി കാണിക്കണം. ഈ സമയത്ത് ഒരു സൂംബ ഡാൻസ് കിട്ടിയെന്ന് പൊളിച്ചേനെ. ഞാൻ വിചാരിച്ചപ്പോ തന്നെ ഇത് മാറിയല്ലോ. ക്രേസി ടെക്നോളജി അല്ലേ? സന്ധ്യ, കുറച്ച് വാട്ടർ. ദൂരത്തിൽ പ്രേതം ഉണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് കത്തും, അടുത്തുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് കത്തും. സന്ധ്യയാണോ പ്രേതം? എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. നിനക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ അറിയാമോ? അറിയാം. എല്ലാം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് അറിയാം. എനിക്കറിയാന്നേ. സൂപ്പർ ചിക്കൻ, പെപ്പർ ചിക്കൻ എല്ലാം എനിക്കറിയാന്നേ. എല്ലാം ഞാൻ പോയി മേടിച്ചിട്ട് വരാം. നീ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? എന്തായാലും വന്നിരിക്കും സത്യ മാഡം. നിങ്ങളെ നോൺ വെജ് വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ തന്നെ നോൺ വെജ് ഉണ്ട്. അരുണിനെ പോലെ ഒരു മഹാഭാവി എല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാ. എവിടെയാ ഇരിക്കുന്നേ? ഓ, എല്ലാം എനിക്ക് മനസ്സിലായി സന്ധ്യ. ഞാൻ കണ്ടുപിടിച്ചു. നീ പറഞ്ഞത് ഇതല്ലേ? ഇതിനകത്ത് മലമ്പാമ്പിന്റെ ഫ്രൈ ഉണ്ട്. ഇതിനകത്ത് കുറച്ചെടുത്ത് സാമ്പാറിന്റെ കൂടെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ റൈറ്റ് അല്ലേ? അത് നിനക്ക്, അത് കഴിക്കുന്ന മീൻ എനിക്ക്. അയ്യോ സന്ധ്യ മാഡം, ഇത് വളർത്തുന്ന മീനാണ്. ഇത് കഴിക്കാൻ പാടില്ല. നിന്റെ ദേഹത്തിന്റെ പാപം വന്ന് ചേരും. അല്ല സന്ധ്യ മാഡം, ഇവിടെ വേറെ നോൺ വെജ് ഒന്നും ഇരിപ്പില്ലേ? ഉണക്ക മീന്, മുട്ട, അങ്ങനെ എന്തെങ്കിലും? നിന്റെ മുഖം കാണുമ്പോഴേ അറിയാം വേറെ എന്താ ഇവിടെ ഉണ്ടെന്ന്. നീ പറഞ്ഞ വളരെ കറക്റ്റാ. നീ പറഞ്ഞു ചെയ്യാം. ഇപ്പൊ പിടിക്കാം. തെന്നി പോകുന്നു. ശ്രമിച്ചു നോക്കാം. കിട്ടി.
ഇപ്പൊ തന്നെ കറി വെക്കാവേ. സന്ധ്യ കറി വെക്കണോ അതോ വറക്കണോ? അതൊന്നും വേണ്ട, പച്ചക്ക് തന്നേക്കേ. പച്ചക്കോ? പച്ചക്ക് തിന്നുമോ? സത്യത്തിൽ പ്രേതമായത്. ഹോളിഡേസ് ആഘോഷിക്കാൻ വന്ന് തന്നെ ഹൊറർ പടം കാണിച്ചോണ്ടിരിക്കണോ? ഈ ജനൽ ചാടി അങ്ങ് പോയാലോ? നീ എത്ര ശ്രമിച്ചാലും നിന്നെ കൊണ്ട് തുറക്കാൻ പറ്റില്ല. സന്ധ്യ മാഡം, ഞാൻ ട്രൈ ചെയ്യൊന്നുമില്ല. അതെ, പുറത്തുനിന്ന് ആരെങ്കിലും അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ സേഫ്റ്റി ഉറപ്പിച്ചതാ. എന്റെ മീൻ എവിടെ? കണ്ണു തുറന്നു നോക്ക്, ട്രയലിരിക്കുന്ന കാണാൻ പാടില്ലേ? നീയാണോ എന്റെ മീൻ എടുത്ത് കഴിച്ചത്? ഇല്ല, ഞാൻ കഴിച്ചില്ല, പ്രോമിസ്. എടുത്ത് കഴിച്ചതും പോരാഞ്ഞ് നീ എന്നോട് നുണയും പറയുന്നു. അല്ല, ഞാൻ അങ്ങനെയല്ല. ഈശ്വര, സന്ധ്യ, എന്താടാ? എടാ, നീ പറഞ്ഞ വളരെ സത്യടാ. ഈ വീട്ടിൽ പ്രേതമുണ്ട്, നമുക്ക് പോടാ. വാ. നിക്ക്, സന്ധ്യ വിളിച്ചു. എന്തിനാടാ നമ്മൾ പോകുന്നതിന്റെ കൂടെ പ്രേതത്തെ കൂട്ടിക്കൊണ്ട് പോണോ? എന്താടാ നീ പറയുന്നത്? എടാ, സന്ധ്യ തന്നെയാടാ പ്രേതം. എന്ത് കഷ്ടം. കള്ളം പറഞ്ഞ സന്ധ്യ അടിക്കും, സത്യം പറഞ്ഞ ഇവനടിക്കും. ഇങ്ങനെ പോലെ ആവാതെ കാര്യം പറ. എടാ, നീ ഇവിടുന്ന് പോയുടനെ സന്ധ്യ ടാങ്കിലുള്ള ഫിഷിനെ എടുത്ത് കട്ട് ചെയ്ത് പച്ചക്കെടുത്ത് കഴിച്ചടാ. നീ വേണമെങ്കിൽ നോക്ക്, 4 ഉള്ളൂ ഇപ്പൊ. 5 ഉണ്ടോ? 5 ഉണ്ടോ? ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. വാ, വടാ വടാ വടാ, ഇവിടെ നോക്കടാ. എന്താടാ? നോക്ക് നോക്ക്, ഇവിടെ റെഡ് ലൈറ്റ് ഉണ്ടായിരുന്നു. അവിടെ നോക്ക്, അവിടെ നോക്ക്. ബ്ലിങ്ക് ആകുന്നില്ലേ? ബ്ലിങ്ക് ആകാതിരിക്കുന്നു. എന്താ കാര്യം? സന്ധ്യ പ്രേതമാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഒരു മിനിറ്റ്, ടി വി നോക്ക്. ഓണാവും. കണ്ട, ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയേ. സൂം TV സൂംബ ഡാൻസ് കാണിക്ക്. അതെ, ഞാനും അവിടെ ഇരുന്ന് അത് തന്നെയാണ് ആലോചിച്ചത്. സൂംബ ഡാൻസ് കാണാൻ ആഗ്രഹിച്ചു, അപ്പൊ തന്നെ സൂംബ ഡാൻസ് വന്നു. ഇതിനെല്ലാം കാരണം സന്ധ്യയാടാ. നീ പറഞ്ഞ ശരിയാടാ, അത് സന്ധ്യ തന്നെ. ഇതിനെല്ലാം കാരണം അവള് തന്നെ. നിനക്കിതെങ്ങനെ മനസ്സിലായി? സൂര്യ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പോയി പാന്റ് മാറ്റണം. ഏയ്, അവൻ എത്ര പേടിച്ചെന്നറിയോ? എന്താ നീ കാണിക്കുന്നത്? ഒന്ന് ഒതുങ്ങിരുന്നൂടെ? സൂര്യ എന്നെ എപ്പോഴും പേടിപ്പിക്കാറില്ലേ, അതുപോലെ ഞാൻ തിരിച്ചും പേടിപ്പിച്ചതാ. അരുണ, നീ ഇതെല്ലാം വിശ്വസിച്ചോടാ. സന്ധ്യ എന്നെ പേടിപ്പിക്കുന്നവരെ കാണിച്ചു, ഞാനും പേടിക്കുന്ന പോലെ അഭിനയിച്ചു. ഏപ്രിൽ ഫൂൾ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? തീരെ കൊള്ളില്ലായിരുന്നു. പുറത്ത് ബ്രോക്കർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം. മെഡിസിൻസ് അവിടെ ഉണ്ട്, എടുത്തേക്കണേ. ഞാനും പോയിട്ട് വരാം. വീട് എങ്ങനെയുണ്ട് നോക്കിട്ട് പറയാവേ. ബൈ. എടാ തുറക്കണം. പുറത്തേക്ക് പോവാണോ? സന്ധ്യ, നീ ഇത്ര നേരം കാണിച്ചത് അഭിനയമായിരുന്നല്ലേ? അതെ, നിന്റെ ഫ്രണ്ട് വന്നതിന് ശേഷമായിരുന്നു ശരിക്കും ആക്ടിങ്. നിനക്ക് വിശക്കുന്നുണ്ടോ? മീനെ കഴിച്ചാലോ? എനിക്ക് മനസ്സിലായി, ഞാൻ പോയി റെഡിയാക്കിട്ട് വരാം. അരുണിനെ വിശ്വസിപ്പിക്കാൻ പറ്റിയ സമയം. അവനെ ഫോൺ വിളിച്ച് പറയാം. മച്ചാൻ, ഞാൻ പറയുന്ന മാത്രം നീ കേൾക്ക്. നീ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. സന്ധ്യ തന്നെയാണ് പ്രേതം. വേണമെങ്കിൽ നീ അകത്ത് വന്ന് നോക്ക്. ടാങ്കിനകത്ത് 3 മീനുള്ളടാ. ഇവിടെ ഉള്ളിൽ പ്രേതം ഉണ്ടെന്ന് തെളിയിക്കാനുള്ള എല്ലാ ഐഡിയ എന്റെ ഉണ്ടടാ. സന്ധ്യക്ക് പ്രേതം ഉണ്ടെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവണം. നീ ഇങ്ങോട്ട് പാടാ. അത്രേ ഉള്ളൂ. ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഫോണും ആ ഫോണും ഏതാ? ഇവിടെ തന്നെ വെച്ചിട്ട് പോയി. അവൻ ഇട്ടിട്ട് പോയത് ഫോണല്ല, എന്റെ ജീവനാ. എന്റെ മീൻ എന്തേ? ആദ്യം കഴിച്ചില്ലെന്ന് പറഞ്ഞ ഞാൻ അടിച്ചത്. ഇപ്പൊ കഴിച്ചെന്ന് പറഞ്ഞാലോ? എന്നെ വെറുതെ വിടുമായിരിക്കും അല്ലേ? സന്ധ്യ മാഡം, ഞാൻ ആ ഫിഷിനെ എടുത്ത് കഴിച്ചു. ഈശ്വര, ഹായ് സന്ധ്യ. ഹായ്. സൂര്യ, വാട്ട് എ സർപ്രൈസ്. നീ എന്താ ഇവിടെ? അതവിടെ നിൽക്കട്ടെ, നീ എന്താ ഇവിടെ? അരുൺ പറഞ്ഞു ഇവിടെ ഒരു പ്രേതമുണ്ടെന്ന്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നാ. അതെന്തായാലും നന്നായി. ഞാനിവിടെ പേടിച്ചിരിക്കായിരുന്നു. എനിക്കൊരു കമ്പനിയായി. ഓ, അത് ശരി. അവനെവിടെ? അവൻ പുറത്തു പോയിക്കോടാ. എടാ, പ്രേതം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് സൗണ്ട് റെക്കോർഡർ. പ്രേതത്തിന്റെ ശബ്ദമില്ല, ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സൗണ്ട്സ്? ഇത് പോളറൈസ്ഡ് ക്യാമറ. അതെന്തിന്? ഇതുകൊണ്ട് പ്രേതത്തെ കാണാൻ പറ്റും. ഇതറിയാടാ. പ്രേതം കണ്ട റെഡ് ലൈറ്റ് അല്ലെങ്കിൽ വേറെ ലൈറ്റ്. നിനക്കെങ്ങനെ അറിയും? എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെ കിട്ടും? ഒരു പ്രാവശ്യം സന്ധ്യ ഒന്ന് കണ്ടു നോക്ക്, ഫുൾ എക്സ്പീരിയൻസ് കിട്ടും. സന്ധ്യയെ കണ്ട എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടുക? ഓ എടാ ഭ്രാന്ത, സന്ധ്യയാടാ പ്രേതം. വാട്ട്? അതേടാ, സംശയം ഉണ്ടെന്ന് ഈ ക്യാമറയ്ക്കകത്തോടെ നോക്ക്, അപ്പം മനസ്സിലാവും. എങ്ങനെയുണ്ടാ? മനസ്സിലായ? എന്നെ എന്തിനാ നോക്കുന്നത്? നോർമലായിരിക്കണ സന്ധ്യയെ കണ്ട് പ്രേതമുണ്ടെന്ന് പറഞ്ഞാ അത് നീയാണെന്ന് ഞാൻ നോക്കിയതാ. അത് ശരി. എനിക്കൊന്ന് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്നാ, ഞാൻ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അതിലെന്നെ മനസ്സിലായോ? ഈ ഭ്രാന്തി ആരോടെ സംസാരിക്കുന്ന പോലും മനസ്സിലാകുന്നില്ല. സംസാരിക്കുന്ന പാവയോട്, പക്ഷെ റിസീവ് ആവുന്ന എനിക്കാ. എല്ലാം എന്റെ തലവിധി.
എടാ അവിടെ അല്ലടാ, ദേ ഇവിടെ പോയി നോക്ക്, അപ്പൊ റെഡ് ലൈറ്റ് കത്തും. അറിയാടാ. നീയൊക്കെ എവിടുന്നാടാ സയന്റിസ്റ്റ് ആയത്? ഥൂ. എടാ ബ്ലൂ ലൈറ്റോ ആ ലൈറ്റ് എന്താന്ന് നോക്കിയേ. റെഡ് ലൈറ്റോ? രണ്ടും കൂടെ കത്തുമ്പോ ഡിസ്കോ ലൈറ്റ് ആവും. ഞാൻ പറയുന്നൊന്ന് കേക്കണം. എന്താടാ? ഇതാ അങ്ങോട്ട് നോക്കൂ. എരിയുന്നുണ്ടോ? പറഞ്ഞു കൊടുക്കണേ എരിയുന്നുണ്ടെന്ന്. പൊട്ടിപ്പോയി. ബൾബ് പൊട്ടിപ്പോയി. എനിക്ക് പേടിയാവുന്നുണ്ടാ. ഭയം ആകുന്നുണ്ടോ? ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണോ നീ ഈ 3 മെഷീൻ എടുത്തിട്ട് വന്നേ? നിന്റെ തൊപ്പിയും കണ്ണാടിയും പൊട്ടാം. നിന്റെ തൊപ്പി എടുത്ത് കളയണം. വിവരമില്ലാത്ത മരത്തലേ. സൺ ടി വി